Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു തേങ്ങ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ചിരട്ട ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ഒരു വെയിറ്റ് ഉള്ള സാധനം വെച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ചിരട്ട ഇളകി കിട്ടും. ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി ഈ ചെറിയ പീസിലൊക്കെ ഇതിന്റെ ചിരട്ടയുണ്ട്. അതൊരു കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ചിരട്ട ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇതേപോലെ എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിന്റെ ബ്രൗൺ കളറിലുള്ള ആ ഭാഗം ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് കളയാം, അല്ലെങ്കിൽ ഇതേപോലെ പീലർ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. നന്നായിട്ട് തന്നെ ഈ ബ്രൗൺ കളർ എല്ലാം പോയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കണം. ഒരു ചെറിയ ഏതെങ്കിലും ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ടവൽ വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കാം. നമ്മൾ പൊടിക്കുന്ന സമയത്ത് മിക്സിയിൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. ചില പീസ് പൊടിയാതെയും കിടക്കും. അതുകൊണ്ട് ഒരേ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പം പൊടിക്കുന്ന ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുത്താൽ മതി. മൊത്തത്തിൽ തിക്കി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇതേപോലെയാണ് വേണ്ടത്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയും വേണം. കുഴഞ്ഞു പോകരുത്. ഇതേപോലെ ബാക്കിയുള്ളതും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ തീ കൂടി പോകരുത്. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഞാൻ ബാക്കിയുള്ള തേങ്ങയും മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരിക്കലും തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആയിപ്പോവും. ഈ വൈറ്റ് കളർ തന്നെ വേണം ഇതിന്. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് തന്നെ ഇത് ചെയ്യണം. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവും. ഇത് ഒരു കുറച്ച് ദിവസം പുറത്ത് വെച്ചാലും ചീത്തയാവില്ല. പിന്നെ കൂടുതൽ ദിവസം വെച്ചേക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഒട്ടും നനവില്ലാതെ തന്നെ കിട്ടണം. അപ്പം ഇതായിട്ടുണ്ട്. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. ഞാനിത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം മധുരം വേണമെന്ന്. അതനുസരിച്ചിട്ട് ചേർക്കുക. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും.
നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് ഒരു ചെറിയൊരു നമ്മുടെ തേങ്ങയുടെ മധുരത്തെക്കാളും കുറച്ചും കൂടെ ഒരു മധുരം ഉണ്ടാകും. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്